Praise the Lord. A very good morning to you all. May God bless everyone with a wonderful supernatural Wednesday. How, children of God, yesterday we had a wonderful Zoom meeting. Hallelujah. So I give all the glory and all, hallelujah, all credit to our God, Jesus, and Holy Spirit. All those who are attended, they were blessed. Anyway, I give all the glory to my God. So let us first worship the Lord. May this day a wonderful supernatural day for everyone who is hearing this message. Hallelujah. എന്നോടുള്ള നിൻ സർവ്വനൻ മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ നന്ദി കൊണ്ടെൻ്റെയുള്ള നന്നെ നിറയുന്നേ സന്നാഹ പോണി സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹ പോണി സ്തുതി പാടിടുന്നേ പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദൈവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദൈവാത്മജ എന്നെ അൻപോടു ദിന തോറുന്നടത്തുന്ന പൊന്നീടയനെന്നും വന്ദനമേ എൻ്റെ പൊന്നീടയനെന്നും വന്ദനമേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനെന്തികെയുള്ള മകൾ ശക്തി നീയേ നാഥാന്തികെയുള്ള മകൾ ശക്തി നീയേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും ദൈവമക്കളെ. ഹല്ലേലൂയ. നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും വി ഷുഡ് ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്. ഹല്ലേലൂയ. താങ്ക്ഫുൾ ഹാർട്ടുള്ള ഒരാൾക്ക് കർത്താവിൽ നിന്ന് അധികമായി ബ്ലെസ്സിങ്സ് പ്രാപിക്കാൻ കഴിയും. ഇറ്റ് ഷുഡ് കം ഫ്രം ആ ഹാർട്ട്. വാട്ട് എവർ വി ഡു, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ല വരണേൽ കർത്താവിൻ്റെ സന്നിധിയിൽ അതിന് ഒരു എന്താ പറയുക, കർത്താവ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ചടങ്ങിന് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാണ്ട് ഹല്ലേലൂയ നമ്മളെ പാപത്തിൽ നിന്ന് കോരിയെടുത്ത് നമ്മുടെ ഇരുട്ടിൻ്റെ അധികാരത്തെ നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. ധാരാളാപ നമ്മൾ ശത്രുക്കളായിരുന്നു. ഹല്ലേലൂയ. അവിടുത്തെ തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അന്ത്യം വരെ നമ്മളെ കാവൽ ചെയ്തോളാൻ നമുക്ക് വാഗ്ദത്തം തന്നേക്കുവാ നമ്മുടെ സ്വർഗത്തിലെ കർത്താവ്. ആരെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഹൂവർ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ എല്ലാവർക്കും ഒരു ലിമിറ്റുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സഹായിപ്പാനും നമ്മളെ കൂടെ നിൽക്കാനും നമുക്ക് ആരെയും ഈ ലോകത്തിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് നെവർ എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം ദിസ് വേൾഡ്. ഹല്ലേലൂയ. വാട്ട് എവർ ദറ്റ് ഈസ് ദർ ഇൻ ദ എർത്ത് ഇസ് എന്താ പറയുക, ഇറ്റ്സ് ഓൾ ടെമ്പററി. ഒന്നും എന്താ പറയുക, മലയാളത്തിൽ പറഞ്ഞ സ്ഥായി അല്ല എന്ന് പറയും അല്ലേ. ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ. ഒരു എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കണ ഒരു കാര്യമല്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ലോകാന്ത്യത്തോളം നിലനിൽക്കുന്നതാണ്. ഈവൻ ആഫ്റ്റർ ആർ ഡെത്ത്. ഹല്ലേലൂയ. വി ആർ വിത്ത് ജീസസ്. ഹല്ലേലൂയ. നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ട് ദിസ് മോർണിംഗ് ഹല്ലേലൂയ ക്ലിങ് ഓൺ ടു ഗാഡ്. ഹല്ലേലൂയ.
കർത്താവിൻ്റെ പ്രോമിസസിൽ, കർത്താവിൻ്റെ വചനത്തിൽ ജസ്റ്റ് ക്ലിങ് ഓൺ ടു ഇറ്റ്. ഹല്ലേലൂയ. ഗോഡ് വിൽ നെവർ ലിവ് us nor forsake us. Let us pray to God. സർവശക്തിയുള്ള ദൈവം, പരിശുദ്ധ പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തെ കടഞ്ഞു വരുന്നു. സർവശക്തിയുള്ള ദൈവമേ, സർവഭൂമിക്ക് ഉന്നതനായ ദൈവമേ, അപ്പാ, ഹല്ലേലൂയ. എല്ലേലോഹി, എൻ്റെ ദൈവമായ യഹോവേ, ഉദയനക്ഷത്രമാകുന്ന ദൈവമേ, സാക്ഷാൽ മുന്തിരിവെള്ളിയാകുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്ന യേശുവേ, ഇശായുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുളയാകുന്ന യേശുവേ, ഹാലേലൂയ. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ച യേശുവേ, പുനരുദ്ധാര ജീവനുമാകുന്ന യേശുവേ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ യേശുവേ, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടാകുന്ന യേശുവേ, ഡാഡി വി പ്രൈസ് യു ദിസ് മോർണിംഗ് ഡാഡി. ഹല്ലേലൂയ. അപ്പ അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ അപ്പം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ ജീവവൃക്ഷമാണ്, ജീവൻ്റെ വഴിയാണ്, ജീവൻ്റെ വചനമാണ്, ജീവനായകനാണ്. Daddy, we praise you. We lift up your name, Jesus, this morning. As today you gave us a wonderful Zoom meeting. Hallelujah. God you gave us a grace to say this morning that is 7th of this 2024 February. Hallelujah. It's all because of your grace that we could see this morning. Hallelujah. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി ഈ പ്രഭാതത്തിൽ ജീവനോടെ, ശ്വാസത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എഴുന്നേറ്റ് നടപ്പാൻ, കഥാനെ സ്തുതിപ്പാൻ, വചനം ധ്യാനിപ്പാനൊക്കെയും കർത്താവ് കൃപ തന്നല്ലോ. എല്ലാറ്റിനും എൻ്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നുണ്ട്. ആരെയും മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തിലിരിക്കുന്നു, ഹല്ലേലൂയ, വിഷമിച്ചിരിക്കുന്നു, എൻ്റെ ദൈവം അവരെ തലോടണമേ, അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരെ സ്ട്രെങ്തൻ ചെയ്യണമേ. ഡാഡി, ഇറ്റ്സ് ഓൺലി യു ക്യാൻ ഡു ദാറ്റ് ഡാഡി. ഓൺലി യു ക്യാൻ കംഫർട്ട് ദം ഡാഡി. ഓലാബ ഷാഖറബ സന്തറ റിഖറ സ്യാന്തറ. ലെറ്റ് യുവർ ഗ്രേസ്, let your anointment, let your power, let your hallelujah light fill everyone and their house, Daddy. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് എല്ലാ ഭവനങ്ങളും ഈ പ്രഭാതത്തിൽ നിറയപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഓ രാസാന്തര റിഖാസ്യാന്തര. സോ നിങ്ങളുമായിട്ട് ഞാനൊരു ചെറിയൊരു ദൂതാണ് പങ്കുവെക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ചെറിയ ദൂതാണെങ്കിലും ഇത് ഫുൾ ഓഫ് റെവലേഷൻസ് ആണ്, വെളിപ്പാടുകളാണ്. അത് നിങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾ ധ്യാനിക്കണം അത് കേട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ലെറ്റ് us കം ടു ദ മെസ്സേജ്. എബ്രായ ലേഖനം എടുക്കുക. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എപ്പോഴും കർത്താവിനെ, ഹല്ലേലൂയ, നമ്മൾ പാടിയതുപോലെ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും നന്ദി പറയുന്ന ഒരു ദൈവ പൈതലായിരിക്കണം. ഹല്ലേലൂയ. God has done great things for us. He has already blessed us. Hallelujah. In the cross, he told us it is finished. അല്ലേ? Hallelujah. ഇവിടെ നമ്മൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ജെനസിസ് 29:35 ഇങ്ങോട്ട് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. ദൈവമക്കളെ, കുറച്ച് നാളായിട്ട് ഞാൻ റൈറ്റപ്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. വീഡിയോ ഇടാൻ എനിക്ക് സാധിച്ചില്ല. പല പല കാരണങ്ങളാണ്. ഇവിടെ വൈഫൈയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടാണ് ചില എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാ സിസ്റ്റർ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ്, കാരണം ഇതാണ്, എനിക്ക് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ, പിന്നെ കുറച്ച് വേറെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ റൈറ്റപ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ വായിക്കുക, അതും ധ്യാനിക്കുക. ഹല്ലേലൂയ. ഓക്കെ, എനിക്ക് മാക്സിമം എനിക്ക് പറ്റണ രീതിയിൽ
ഞാൻ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കും. ബിക്കോസ് അനേകർ ഇത് അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ വായിച്ചത്? അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. എന്താണ് ദൈവമക്കളെ യഹൂദ? ജൂഡ മീൻസ് വാട്ട്? പ്രൈസ് അല്ലേ? സെലിബ്രേഷൻ അല്ലേ? എന്താണ് സെലിബ്രേഷൻ? നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ ജയോത്സവം തന്നു നമുക്ക്. ഹല്ലേലൂയ! സകലത്തിൻ്റെ മേലിൽ കർത്താവ് നമുക്ക് ജയം തന്നു. ഹാലലൂയ. കാരാലാഷി ഖാരാബ. When God gave her the fourth son, her attention and focus were turned to God. അല്ലേ? ഹാലലൂയ. ഓ റീഖാലാബാഷത്തര. ഒരുപാട് റിജക്ഷനിലൂടെ കടന്നു പോയതാണ് അവൾ. ഹാലലൂയ. പക്ഷേ നൗ ഹാലലൂയ, ഷീ സേയിങ് ദാറ്റ് ഐ വിൽ പ്രൈസ് ദ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹാലലൂയ. ഓ റിഖാലാബാഷത്തര. ഓ റിദാഖരാസ്യാന്തര. സോ നമുക്ക് യെസ്, വെൻ യു നോ യുവർ നീഡ്സ് ആർ മെറ്റ് ഇൻ ക്രൈസ്റ്റ്, യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം ആൻഡ് നൗ യു ആർ ഹിസ് ബിലവഡ്. ഹല്ലേലൂയ. നമുക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാം. എനിക്ക് കർത്താവിൽ നിന്നൊരു നന്മ പ്രാപിക്കുമ്പം, കർത്താവിൽ നിന്നൊരു അത്ഭുതം ഞാൻ പ്രാപിക്കുമ്പോൾ, വെൻ ഐ ഗെറ്റ് എ മിറക്കിൾ ഓർ വെൻ ഐ ഗെറ്റ് എ തിങ് ഡൺ by God, my heart will be full of joy and I will start praising the God. Hallelujah. I will worship the Lord. അങ്ങനെയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ബിക്കോസ് ഹാലലൂയ, God is expecting God is expecting a thankful heart and a praise from our lips. Hallelujah. നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ for the close fellowship with God. Hallelujah. ദൈവവുമായിട്ടൊരു ക്ലോസ് ഫെലോഷിപ്പ് ഉണ്ടാകാനാണ്. Hallelujah. നമുക്കറിയാം, ഇത് പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പം അറിയാം, Paul had the special revelation of life in Christ that created him. അതാണ് പൗലോസിനെ ഒരു പ്രൈസിങ് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് വേറെ പഴയ നിയമത്തിൽ നമുക്ക് ദാവീദുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എഫേഷ്യൻസ് എടുത്ത് എഫേഷ്യൻസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ച്, ഹല്ലേലൂയ. റിഖാരാസ്യാന്തര റീബസന്തര അധികാരകശന്തര. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും ആയവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അല്ലേ? പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഹി ബ്ലെസ് ഗോഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഹി ഹാഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ അങ്ങനെ ആണോ? നമുക്കൊരു താങ്ക്ഫുൾ ഹാർട്ട് ഉണ്ടോ? നമുക്ക് എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്താലും വീണ്ടും പിറുപിറുക്കട ഒരു സ്വഭാവമാണോ നമുക്കുള്ളത്? അതോ ഇനി കിട്ടാനുള്ളത് ഓർത്ത് വീണ്ടും വീണ്ടും കർത്താവെ അതെന്നാ എനിക്ക് തരാത്തേ, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇതുവരെ ഉള്ളത് എവ്രി ഈവനിങ് വി ഹാവ് ടു, നമ്മുടെ ഒരു ഈവനിങ് പ്രെയർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പേഴ്സണൽ പ്രെയർ എല്ലാവർക്കും ഈവനിങ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാവണം കേട്ടോ. യു ഷുഡ് ഹാവ് എ പേഴ്സണൽ പ്രെയർ. ഹല്ലേലൂയ. ആ ഈവനിങ് സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അതുവരെ നടത്തിയ ദൈവത്തെ ആർ വി താങ്കിങ് ഗോഡ്? കർത്താവിനെ നമ്മൾ താങ്ക് ചെയ്യുന്നുണ്ടോ? പ്രൈസ് ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. ഹിയർ യു ക്യാൻ സീ Paul is saying he blessed God for all the blessings he had in Christ. He thanked God for the continuous victory he had in Christ. കാര്യം പൗലോസ് കടന്നുപോയ അത്രയും തീയുടെ അനുഭവങ്ങളിലൂടെ ഇന്ന് ഒരു ദേവദാസിമാരും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൗലോസിന് ദൈവത്തെ സ്തുതിപ്പാനും താങ്ക് ചെയ്യാനും വളരെയധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. തോറാഷാഖാരാബ സന്തറബ. ഓ റീഖാരാസ്യാന്തര. എനിക്ക് തോന്നുന്നത് 2 കൊരിന്ത്യൻസ്, ലെറ്റ് മി സി, അതാണോന്ന് അറിയില്ല, ലെറ്റ് മി സി, 2:14 ആണെന്ന് തോന്നുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. കണ്ടോ?
കണ്ടോ പറഞ്ഞിരിക്കുന്നേ? ഹല്ലേലൂയ. പൗലോസ്, he always rejoice in God's mercy and calling in his life. ഹല്ലേലൂയ. നമ്മളും അപ്രകാരമായി തീരണമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് എപ്പോഴും സെക്യൂർഡായിരുന്നു. കാര്യം ആ ദൈവത്തിലുള്ള ഉറപ്പും ദൈവത്തിലുള്ള ട്രസ്റ്റും ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ആ ഒരു കോൺഫിഡൻസുമാണ്. ഹല്ലേലൂയ. ആ ഉറപ്പുമാണ് പൗലോസിനെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഹീ ഫെൽ സെക്യൂർ ഇൻ ഗോഡ്സ് ലവ് ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ എഫേഷ്യൻസ് 1:5 നമ്മൾ എടുത്താൽ ഇതിലെല്ലാ കാര്യങ്ങളും പൗലോസ് എഴുതിയ ലേഖനമാണല്ലോ. അനേക മർമ്മങ്ങളാണ് ഈ എഫേഷ്യ ലേഖനത്തിലൊക്കെ കിടക്കുന്നത്. എഫേഷ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 1:5, ഇറ്റ്സ് റിട്ടൺ ലൈക്ക് ദിസ്: തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഹല്ലേലൂയ. സോ he always rejoiced in God's mercy and calling in his, hallelujah, എന്താ പറയുക, ഓരാബാഷത്തറ, ഇൻ ഹിസ് ലൈഫ്. കാരണം നമ്മൾ ഏത് ഇരുട്ടിക്കിടന്നിട്ട് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു എന്നതിൻ്റെ ഡെപ്ത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും കർത്താവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും കർത്താവ് നമുക്ക് എന്താണ് ക്രൂശിലൂടെ ചെയ്തത്, ഹല്ലേലൂയ, എന്തൊക്കെ നന്മകൾ നമുക്ക് ലഭിച്ചു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഓൾവേസ് വി വിൽ ഹാവ് എ പ്രൈസിങ് ഹാർട്ട്. ഹല്ലേലൂയ. എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും നമ്മൾ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും വേൾഡ്ലി കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ കാര്യം, എന്നെ ഉൾപ്പെട്ടാണ് ഞാനീ പറയുന്നത്. ഞാൻ ആരെയും ഉപദേശിക്കാൻ ഞാൻ പെർഫെക്റ്റ് അല്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കർത്താവ് കഴിഞ്ഞ ആ നിമിഷം വരെ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ, വഴികളെ നമ്മൾ പലപ്പോഴും മറന്നു പോവുക. ഹല്ലേലൂയ. ധാരാള ശഖര ബസ്യാന്തര റിഖ ബസ്യാന്തര. ഇവിടെ നോക്കിക്കേ, he celebrated God who had delivered him from the powers of darkness. He always rejoiced in God's mercy and calling in his life. Hallelujah. നമ്മൾ 1 Timothy 1:12 1 Timothy, Holy God, 1 Timothy 1:12, if you see, അവിടെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. കണ്ടോ? ആരാ എനിക്ക് ശക്തി നൽകിയത്? ക്രിസ്തേശുവാണ്. ഹല്ലേലൂയ. എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയത് അതൊരു വലിയ കാര്യമായിട്ടാണ് പൗലോസിനും അവിടെ മനസ്സിലായേക്കണേ. ഹല്ലേലൂയ. കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ്. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓറി ഖാലാബാഷത്ര. He gladly boasted in his weakness that Christ's power might rest on him. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കൃപ അധികമായി എൻ്റെ മേൽ പകരപ്പെടുന്നു. ഹല്ലേലൂയ. That joy and praising attitude made him strong when he was weak. കണ്ടോ? അപ്പം ആ സന്തോഷവും ദൈവത്തെ എപ്പോഴും പ്രൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡും പൗലോസിനുള്ളത് കൊണ്ടാണ് പൗലോസിനെ സ്ട്രോങ് ആയിട്ട് നിർത്തിയത്. വെൻ ഹി വാസ് വീക്ക്. ഹല്ലേലൂയ. ധരലബശത്തര ഓ റിഖബസ്യാന്തര റിഖരലബശത്തര. ലെറ്റ് മീ ട്രൈ ടു ടേക്ക് ദ വേഴ്സ് 2 Corinthians. ഹല്ലേലൂയ. ഓ റിബാസ്യാന്തര റിഖബരലശത്തര. 2 Corinthians ആണെന്ന് തോന്നുന്നു. അതിൻ്റെ 12-ന്റെ 9-10. ഹല്ലേലൂയ. ഞാൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനം. നമുക്കറിയാം പൗലോസിന് ശൂലം ഉണ്ടായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ആ ശൂലം മാറാനായിട്ട് 3 പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിച്ചു. അവനെന്നോട്, അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. കണ്ടോ? അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം,
ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? ആ കഷ്ടത്തിലൂടെ, ആ തീയിലൂടെ കടന്നു പോകുമ്പോൾ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പാസ്റ്റർ വളരെ നാളായി ഞാനൊരു ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ദേവദാസൻ്റെ കൂടെ ദൈവം സംസാരിച്ച കാര്യം ഇതാണ്. എനിക്ക് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ശുശ്രൂഷയിൽ ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ. ഞാനങ്ങനെ നെകളിക്കുന്ന ഒരാളല്ല, എന്നെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. പക്ഷെ അതൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. കാര്യം ശുശ്രൂഷയിൽ നിൽക്കുമ്പം എപ്പോഴും നമ്മൾ കർത്താവിനെ സ്തുതിപ്പാൻ. ഇപ്പം എന്താ പൗലോസിൻ്റെ ഒന്നും കഷ്ടതയുടെ ഒരംശത്തിൽ പോലും നമ്മൾ പോയിട്ടില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഇപ്പം പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിനെ ആ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിപ്പാനും ആരാധിപ്പാനും, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപ ധാരാളമായി പൗലോസ് പ്രാപിക്കാനും കാരണം ആ നന്ദിയുള്ള ആ ഹൃദയവും കർത്താവിൽ വിശ്വസ്തനായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തതുകൊണ്ടും ആ താങ്ക്ഫുൾ ഹാർട്ട് ഉള്ളത് കൊണ്ടുമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. റീഖാരബസ്യാന്തര റീബ. ചിലത് ദൈവം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിന് വിടുതൽ കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിരിക്കുന്നതാണ്. എന്തിനാണെന്നറിയാവോ? ശുശ്രൂഷയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. നമ്മൾ ഇനിയും വളരണം. നമ്മൾ ചിലർ സത്യമാണ് കേട്ടോ. അത് ചില ശത്രുവിൻ്റെ അറ്റാക്സ്, ചിലരുടെ നിന്ന, ചിലരുടെ അപമാനങ്ങൾ, നമ്മളൊരു തെറ്റും ചെയ്യാതെ ചില പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ നന്മയ്ക്കാണ്. ഹല്ലേലൂയ. നമ്മളെ പഠിപ്പിക്കാനാണ്, നമ്മളെ വളർത്താനാണ്, നമ്മളെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിപ്പിക്കാനാണ് കർത്താവ് അതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്നലെ സൂം മീറ്റിങ്ങിൽ ഞാനൊരു മെസ്സേജ് പരിശുദ്ധാത്മാവ് തന്നത് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അത് കേട്ടവർക്കറിയാം. ഹല്ലേലൂയ. കർത്താവ് എന്തിനാണ് അങ്ങനെയൊക്കെ നമ്മളെ കടത്തിവിടുന്നത്, കർത്താവിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ധരാലാഭാഷന്തര. So that joy and praising attitude made him strong when he was weak. Almost everyone left him, but that could not quench his heartfelt praises. എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലാവരും തന്നെ ഇട്ടിട്ട് പോയി. പക്ഷെ അതൊന്നും തന്നെ തളർത്തിയില്ല. എന്തുകൊണ്ടാണ്? തൻ്റെ ആശ്രയം മുഴുവൻ എവിടാ? കർത്താവില്ല. ഹല്ലേലൂയ. He has put his full trust in God. ഹല്ലേലൂയ. ഓ റിഖാലാഭാഷാത്തര. പൗലോസ് പലയിടങ്ങളിൽ പറയും, ഈവൻ while explaining his loneliness, എന്താ പറയുക, എൻ്റെ കൂടെ നിന്നവർ പോലും എന്നെ വിട്ടുപോയി, ഞാൻ ആ ഡെസേർട്ടിൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി, അവിടെയെല്ലാം കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുമായിരുന്നു, കർത്താവിനെ പ്രൈസ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ഹുറാബാഷന്തര. ഡു യു ബിലീവ് ദാറ്റ് ക്രൈസ്റ്റ് ഹസ് ഡൺ എവറിത്തിങ് ഫോർ യു? ഹല്ലേലൂയ. കർത്താവ് ക്രൂശിക്കിടന്ന് എന്നാ പറഞ്ഞേ അവസാനം? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം നമുക്കെതിരെയുള്ള ബാറ്റിൽസും ആക്ച്വലി എവറിത്തിങ് ഈസ് എന്താ പറയുക, all battles are won. All our enemies are defeated. All our curses were broken. Hallelujah. All നമ്മുടെ നീഡ്സും it is met. All your sicknesses, അതാണല്ലോ നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We are saying, Daddy Jesus, you bore our sickness, our griefs, our pain, our sufferings, our diseases, our sicknesses on the cross, and by your stripes we are healed. Hallelujah. Oh rikala bashattara dikharagashattara. So life becomes a victory and a celebration for you when you look to Jesus. Hallelujah. കർത്താവ് നമുക്ക് എന്നാ ചെയ്തേന്ന് അറിയുമ്പോൾ നമുക്ക് ആ വിക്ടറി നമ്മൾ ആ വിക്ടറി എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വീണ്ടും പഴയ നിയമത്തിലുള്ളവരെ കൂട്ടി ഇങ്ങനെ ബെഗ് ചെയ്ത് കരഞ്ഞ് നിലവിളിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഓറി കാലാഭാഷാന്തര. നമ്മൾ ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ അല്ലേ എല്ലായിടത്തും വിഷമങ്ങളും ഭാരങ്ങളും. ഞങ്ങളിപ്പോൾ ഈ താമസിക്കണ സ്ഥലത്ത് ഇപ്പം തന്നെ ഈ 2-3 ദിവസങ്ങളോട് തന്നെ 3-4 മരണം നടന്നു. എപ്പോഴും ആംബുലൻസിൻ്റെ സൗണ്ടും ഒക്കെ ഇതൊക്കെ തന്നെ നമ്മുടെ ചുറ്റും നമുക്ക് കേൾക്കാൻ കഴിയണേ. പക്ഷേ എന്താ പറയുക, ഹൂ ഹാവ് റിസീവ്ഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ സേവിയർ ആൻഡ് ലോർഡ്. കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് അവൻ്റെ ഹൃദയം മുഴുവൻ ക്രിസ്തു അവന് വേണ്ടി ചെയ്തതോർത്ത് അവൻ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത് അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവിനെ പ്രൈസ് ചെയ്യും. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയപ്പെടും. When they see the joy of the Lord radiating in you,
ഹല്ലേലൂയ. ചുറ്റുമുള്ളവർ വിചാരിക്കും, ആഹാ, ഇവളുടെ ജീവിതത്തിൽ എന്താണ് എപ്പോഴും സന്തോഷം, ഇവൾ എന്താണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണേ. ഹല്ലേലൂയ. വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ്? അപ്പം നമ്മുടെ അടുത്ത് അവർ വരും. നമ്മളപ്പോൾ കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന മീൻസ് ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കും. ഞാൻ ഒരുപാട് ഞാൻ പാട്ട് പാടുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, അന്യഭാഷയിൽ ഒരുപാട് പ്രൈസ് ചെയ്ത് പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ട്, ഞാനത് സമ്മതിക്കുകയാണ്. അതിന് ഞാൻ ടൈം കണ്ടെത്തണം. ഹല്ലേലൂയ. ധാരാള ശക്കര. നമ്മൾ വചനം ധ്യാനിക്കുന്നത് പോലെയും നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നത് പോലെയും നമ്മൾ ഗ്ലോറിയിലെത്തി നമ്മൾ പ്രാർത്ഥിക്കണ മാതിരിയും വി ഷുഡ് ഹാവ് എ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ആത്മീയമായ നിലയിൽ നമുക്ക് വളരാനും, ഹല്ലേലൂയ, സകലത്തിൻ്റെ മേൽ ജയമെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. പക്ഷേ അതിൽ എനിക്ക് കുറവുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എന്നോട് ചേർത്ത് പറയുക, പ്രൈസിങ് ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി നമ്മൾ മാറ്റണം. കർത്താവിനെ കുറേ നേരം നമ്മൾ പാടി, അത് നമ്മൾ ചുമ്മാ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവദാസൻ്റെ ശുശ്രൂഷയിൽ ആ ദേവദാസൻ ഇങ്ങനെ പറയുണ്ടായി, നമ്മളൊക്കെ പലരും ഈവൻ ദ പെന്തക്കോസ്റ്റ് പീപ്പിൾ എവ്രി വൺ വിൽ വർഷിപ്പ്, വി വിൽ സിങ് 3 or 4 songs. പക്ഷേ ഈ സോങ്സ് ഒന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്പിരിറ്റിൽ നിന്ന് അല്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ആ മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് നമുക്ക് ആ ഒരു അനുഭവം, ഗ്ലോറി അനുഭവം നമുക്ക് കിട്ടുന്നില്ല. സോ അത് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ സ്പിരിറ്റും കർത്താവിൻ്റെ സ്പിരിറ്റും ചേർന്ന് ഒന്നായി തീർന്നുള്ളൊരു വേർഷിപ്പിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. എന്നെ ഉൾപ്പെട്ടാണ് ഞാനീ പറയണേ കേട്ടോ. നിങ്ങളെപ്പോലൊരാളാണ് ഞാനും. ഹല്ലേലൂയ. So let us pray to God. ഒത്തിരി സമയമായി. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ അങ്ങയുടെ പാദപീഠത്തെ കടഞ്ഞു വരുന്നു. കർത്താവേ, ഹല്ലേലൂയ, പൗലോസിനെ പോലെ ഹല്ലേലൂയ അനേക ലേഖനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇമാൾ പ്രാർത്ഥിക്കുന്നു. അനേക ലേഖനങ്ങൾ കർത്താവ് പൗലോസിലൂടെ ഞങ്ങൾക്ക് തന്നു. ശൗലായിരുന്ന ശൗലിനെ പൗലോസാക്കി മാറ്റിയ ദൈവം പൗലോസിനെ കൊണ്ട് അനേക അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എഴുതി തന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ ബൈബിൾ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ വേർഡ് ദാറ്റ് യു ഹാവ് ഗിവൻ us. ഹല്ലേലൂയ. Daddy, Paulos was rejoicing in God's mercy and calling. Paulos was rejoicing in praising God. Hallelujah. He was rejoicing in God's grace. Likewise, Daddy, ഞങ്ങളെ അങ്ങനെ ആക്കി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. I'm praying for all the people who are listening this message. കർത്താവേ, വലിയ പാസ്റ്റർ ഞങ്ങളുടെ ചേർച്ചിനായി പ്രാർത്ഥിക്കുന്നു, വലിയ പാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു, ഡീക്കൻ, hallelujah, all the fellow families in the church. I'm praying ഞങ്ങളുടെ സൂം മീറ്റിംഗ് നടത്തുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, ദേവദാസന്മാരുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അവരുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമാക്കി തീർത്തത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെ കർത്താവ് ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ചു. കടന്നു വന്ന ദേവദാസനെയും ശക്തമായി എടുത്ത് ഉപയോഗിച്ചു. വന്നവരെല്ലാം കർത്താവ് നിറച്ചയച്ചു. എല്ലാ മഹത്വവും എൻ്റെ യേശുപ്പച്ച മാത്രം എടുത്താട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന ഞങ്ങളുടെ പുറത്ത്, ഇവിടെ പഠിക്കുന്നത് പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ചുറ്റുവട്ടത്തിലുള്ളവർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒക്കെ രക്ഷയിലേക്ക് വരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ചില ക്യാൻസർ പേഷ്യൻസിനായി ഞങ്ങൾ ഈ ദിവസങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ കർത്താവ് അവരെ എല്ലാം സൗഖ്യമാക്കണം. മറ്റേ ചേച്ചിയുടെ ഞങ്ങളുടെ സൂം അറ്റൻഡ് ചെയ്യുന്ന ആ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തപ്പോൾ അതൊക്കെ നോർമലായിരുന്നു, കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാണ് കേട്ടത്. അതുപോലെ വേറൊരു ചേച്ചിക്ക് വേണ്ടി കൈ മുഴുവൻ, ദേഹം മുഴുവൻ ഇങ്ങനെ
തടിച്ച് ബോയിൽസ് പോലെ ഇങ്ങനെ വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ. ചേച്ചിക്ക് ഡ്രസ്സ് പോലും കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടൊരു ഡ്രസ്സാണ് ചേച്ചി ഇട്ടേക്കണേ. അപ്പം ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്ക് ഒരുപാട് കുറവുണ്ട്. കർത്താവ് അത് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യുന്ന ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞു. ഗോഡ് ഈസ് ഡൂയിങ് മിറക്കിൾസ്. ദൈവമക്കളെ, നമുക്ക് വേണ്ടി കർത്താവ് അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാണ്. പക്ഷേ ആർ വി റെഡി ടു ഡു ഗോഡ്സ് വർക്ക്? അതാണ് കർത്താവിൻ്റെ ക്വസ്റ്റ്യൻ. പൗലോസിനെ പോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല ശക്തിയോടെ, നമ്മൾ എനർജറ്റിക്കായിട്ട്, നമ്മളെപ്പോഴും ഹല്ലേലൂയ, എന്താണ് പറയുക, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഹല്ലേലൂയ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്നാണ് യോശുവയോട് പറഞ്ഞത്. അതുപോലെ നമ്മൾ ആയിരിക്കുവാണെങ്കിൽ കർത്താവ് നമ്മളെ അധികമായി ഉപയോഗിക്കാൻ കർത്താവ് റെഡിയാണ്. പക്ഷേ നമ്മളാകുന്ന വെസൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചാൽ മാത്രമേ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കണം. ആൻസൈറ്റി പേഷ്യൻസ് ഉണ്ട്, ഡിപ്രഷൻ പേഷ്യൻസ് ഉണ്ട്. ഹല്ലേലൂയ. ധാരാളാബാശി ഖാരാബ ശുശ്രൂഷയെ നിൽക്കുന്നവർ, മിഷണറിമാർ, ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ മിലിറ്റൻസ്, ഐ എം പ്രേയിങ് ഫോർ ദ ഇന്ത്യ നേഷൻ ഡാഡി, ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ സ്റ്റേറ്റ്സ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിൽ ഒരുപാട് പെർസിക്യൂഷൻ നടക്കുന്നുവെന്ന് എന്നും ന്യൂസുകൾ വരുന്നു. കർത്താവ് അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. ഡാഡി, യു ഷുഡ് സെൻഡ് യുവർ ഏഞ്ചൽസ് ആൻഡ് ഡെലിവർ ദം ഡാഡി. ഹല്ലേലൂയ. ആൻഡ് ഡു യുവർ മിനിസ്ട്രി there. കർത്താവിൻ്റെ വലിയ ഉണർവിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാക്കി കർത്താവ് മാറ്റുന്നതിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം കർത്താവെ, വി ആർ പ്രേയിങ് ഫോർ അവർ യങ്സ്റ്റേഴ്സ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 30 വയസ്സ് വരെയുള്ള എല്ലാ പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുതലും കാവലും അവരുടെ മേലുണ്ടാകണം. അവർ പോകുന്ന വഴികളിൽ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ശത്രുവിൻ്റെ ഒരു എന്താ പറയുക കെണിയിലും അവർ വീണു പോകരുത്. ഈ ലോകത്തിൻ്റെ ഒരു കെണിയിൽ അവർ വീണു പോകാതെ ദൈവത്തിൻ്റെ സ്വർഗീയ കാവൽ ഞങ്ങൾ ചോദിക്കുന്നു. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, രോഗാവസ്ഥയിലിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുമുള്ള കുടുംബങ്ങളുണ്ട്. കർത്താവെ, ഭാരത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അനേകർ ലോൺലെസ്സിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷണറീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ധാരാളാബാശി ഖാരാബാരതിക്ക് കർത്താവ് ഹോസ്പിറ്റലായിരുന്ന സിസ്റ്റർ കൊടുത്ത വിടുതലിനായി, സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വം യേശുപ്പച്ചനെടുത്താട്ട്. ഡാഡിയെ കുടുംബത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ രക്താലടീനെ കുഞ്ഞിനെ കവർ ചെയ്ത് മുദ്രയിടുന്നു. ഞങ്ങൾക്ക് ചുറ്റും കർത്താവ് തീമുതലായിരിക്കണം. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ്. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ നാമം, ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്താലും അപ്പാ ഡാഡി, ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്, ലെറ്റ് യുവർ മിനിസ്ട്രി ഹല്ലേലൂയ ഞങ്ങളിലൂടെ ഈ ഭൂമി ചെയ്തെടുത്താട്ടെ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല പ്രാർത്ഥനയാചന കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമത്തിൽ ആമേൻ, ആമേൻ. So we'll see you tomorrow with another blessing message. May God bless you all. Bye bye.